ഈ ദുരന്തബാധിത മേഖലയിൽ ഇന്നും ജനകീയമായ തിരച്ചിൽ നടന്നിരുന്നു. അത് അവസാനിപ്പിച്ചു. ഒപ്പം DNA ഫലം ഇന്നു മുതൽ ലഭ്യമായി തുടങ്ങുമെന്നാണ് നേരത്തെ മന്ത്രി അറിയിച്ചത്. KV രാഹുൽ ഇപ്പോഴത്തെ വിവരങ്ങൾ നൽകും. രാഹുൽ, ഈ ജനകീയ തിരച്ചിൽ ഇന്ന് എത്ര സമയം നീണ്ടു നിന്നു? എന്തെങ്കിലും കാര്യമായി കണ്ടെത്താൻ കഴിഞ്ഞോ? നാളെയുമൊക്കെ ഇത് തുടരാനുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? പിന്നെ ഈ DNA പരിശോധനാ ഫലം അത് ഇപ്പോൾ സമയം എത്രയായി? ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യ പട്ടികയിൽ എത്ര പേരുടെയൊക്കെ റിസൾട്ട് വരുന്നുണ്ട്? ദിവിഷ്, ഇന്ന് ജനകീയ തിരച്ചിലായിരുന്നില്ല, മറിച്ച് നിലവിലിവിടെ തിരച്ചിലിന്റെയൊക്കെ ഭാഗമായി നിന്നിരുന്ന സേനകൾ, അതുപോലെ സന്നദ്ധ സംഘടനകൾ, അവർ മാത്രമാണ് തിരഞ്ഞത്. ദുരന്ത ബാധിതരായ ജനങ്ങൾ ഈ തിരച്ചിലിൽ പങ്കെടുത്തില്ല എന്നാണ്. രാവിലെ മുതൽ തന്നെ തിരച്ചിൽ തുടങ്ങി ഒരു 5 സോണുകളായി തിരിച്ചുകൊണ്ടാണ് തിരഞ്ഞത്. പക്ഷേ കാര്യമായൊരു റിസൾട്ട് ഇന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ്. അവർ കയ്യിലുണ്ടായിരുന്ന വടി അതുപോലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചാണ് തെരഞ്ഞത്. നേരത്തെ തന്നെ മണ്ണുമാന്തിയൊക്കെ യന്ത്രമൊക്കെ ഉപയോഗിച്ച് മറിച്ചിട്ട മണ്ണാണ് സ്ഥലങ്ങളിൽ വീണ്ടും പരിശോധിക്കാനുണ്ടായത്. പക്ഷേ മൃതദേഹമോ ഭാഗങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. വൈകിട്ടോടെ അത് അവസാനിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം മുണ്ടക്കയിലും ചൂരൽമലയിലും ശക്തമായൊരു മഴ പെയ്യുക കൂടി ചെയ്തു എന്നതാണ്. ഈ DNA പരിശോധനാ ഫലങ്ങളുടെ അത് ലഭ്യമായി തുടങ്ങിയെന്ന് ഇന്നലെ അവലോകന യോഗശേഷം മന്ത്രി PM മുഹമ്മദ് റിയാസാണ് അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ എത്ര ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നത് സംബന്ധിച്ച കൃത്യമായൊരു വിവരം നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. ക്യാമ്പുകളിലുള്ള 90 ആളുകളുടെ സാമ്പിളുകൾ നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. അത് നോക്കുന്നതിന് വേണ്ടിയാണ്. ഈ പരിശോധനാ ഫലം എത്ര ആളുകളുടെ ചേരുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോഴാണ് ഇതിന് ശേഷം മരിച്ച കൂടുതൽ ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക എന്നതുകൂടിയാണ്. കലക്ടറേറ്റിൽ ഇപ്പോൾ അവലോകന യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. റവന്യൂ മന്ത്രി K രാജനുണ്ട്, വയനാട് നിന്ന് തന്നെയുള്ള മന്ത്രി കേളുമുണ്ട്, ബാക്കി ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അതിനുശേഷം മന്ത്രി മാധ്യമങ്ങളെ കാണും. കൂടുതൽ കാര്യങ്ങളിലൊക്കെ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും. നാളെ എന്തായാലും തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമായ വിവരം. അതും ജനകീയ തിരച്ചിലല്ല, ഇന്നൊക്കെ ഉണ്ടായതുപോലെ തന്നെ NDRFന്റെയും ഫയർഫോഴ്സിന്റെയും സിവിൽ ഡിഫൻസിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും. ആ സന്നദ്ധ പ്രവർത്തകരൊക്കെ വളരെ കുറച്ച് മാത്രമേ എണ്ണമുള്ളൂ എന്നതാണ്. കാരണം ഇത്രയും തിരഞ്ഞിട്ടും കാര്യമായൊരു റിസൾട്ട് ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ട് അവരുടെ എണ്ണമൊക്കെ വളരെ ചുരുക്കിക്കൊണ്ടു ഉള്ള തിരച്ചിലാണ് ഇവിടെ നടക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് നാളെയും ഉണ്ടാവുക. ശരിയാണ് രാഹുൽ, സ്വാഭാവികമായി ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു. നമുക്കറിയാം ഒരുപാട് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരൊക്കെ ഇത്രയും ദിവസം അവർ പൂർണ്ണമായും സമയവും അവരുടെ ഒരു ജീവിതം അവിടെ അർപ്പിച്ച മട്ടായിരുന്നു. സ്വാഭാവികമാണ്, അവർക്ക് അവരുടെ ജീവിതങ്ങളിലേക്കൊക്കെ തിരിച്ചു പോകണം, മറ്റു തിരക്കുകളിലേക്കൊക്കെ ആളുകൾ പോകും. അപ്പോൾ അതിൻ്റെ ഒരു അവസാന സ്റ്റേജ് എന്ന നിലയ്ക്ക് തിരച്ചിൽ കുറച്ച് ദിവസങ്ങൾ കൂടി നടപടിക്രമങ്ങൾ എന്ന നിലയ്ക്ക് അത് മുന്നോട്ട് പോകും.